അവരത് വായിച്ച് പഠിച്ച് അതിലുള്ള കാര്യം വെച്ച് മുസ്ലിങ്ങളോട് തർക്കിക്കും. പിന്നെ മുസ്ലിങ്ങൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടേണ്ടി വരും. പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഇതിനകത്തുള്ള പൊട്ടത്തരങ്ങൾ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനും കൊണ്ട് ഓടേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ജീവനും കൊണ്ട് പായുന്നത് ഓരോരുത്തർ. വ്യാഖ്യാന ഫാക്ടറി തുറന്ന് പല വിധത്തിൽ ഇന്ന് വരെയുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതന് സ്വപ്നം കാണാത്ത വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇസ്ലാമിൻ്റെ ഈ ഹെർമനോട്ടിക്സ് ഉണ്ടല്ലോ, അവരുടെ വ്യാഖ്യാന ശാസ്ത്രം, അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, മുൻപുണ്ടായിരുന്ന പണ്ഡിതന്മാർ പറയാത്തതായ കാര്യം അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെതിരായിട്ടുള്ളൊരു കാര്യം ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. ഇന്നുള്ള ഏതൊരുത്തും വ്യാഖ്യാനിക്കുകയാണെങ്കിലും ഖുർആനോ അല്ലെങ്കിൽ വേറെ എന്തോ ഇസ്ലാമിക പ്രമാണം എന്ത് വ്യാഖ്യാനിച്ചാലും മുൻപുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അംഗീകരിച്ച വ്യാഖ്യാനമായിരിക്കണം. അവർക്ക് ആർക്കും അറിയാത്ത പുതിയൊരു വ്യാഖ്യാനം കൊണ്ടുവരരുത് എന്നുള്ളത് ഇവരുടെ ഹെർമനോട്ടിക്സ് ആണ്, ഇവരുടെ വ്യാഖ്യാന ശാസ്ത്രത്തിലൊരു നിയമമാണ്. ആ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ